ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ലിറ്റിൽ സ്റ്റോറി ടെല്ലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഒരു കഥ പറയാൻ പോകുകയാണ്. ബുദ്ധിമാനായ മത്സ്യം എന്നാണ് കഥയുടെ പേര്. ഒരു ദിവസം ഒരു മത്സ്യത്തൊഴിലാളി നദിയിൽ മീൻ പിടിക്കുകയായിരുന്നു. സാധാരണ ചെയ്യുന്നത് പോലെ അവൻ നദിയിലേക്ക് വല എറിഞ്ഞു. എന്നിട്ട് വലയിൽ മീൻ കുടുങ്ങുന്നതും കാത്ത് ഇരുന്നു. അങ്ങനെ ലഭിക്കുന്ന മത്സ്യം മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്നും പണം കണ്ടെത്തുമായിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം വലയിൽ നിന്നും ശബ്ദവും അനക്കവും അവൻ കേട്ടു. വലയിൽ ഒരുപാട് മീൻ കിട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതി അവൻ വല വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എന്നാൽ പിന്നീട് അയാൾ നിരാശനായി. ആ വലയിൽ ഒരു ചെറിയ മത്സ്യത്തെ മാത്രം അയാൾ കണ്ടു. അവൻ ആ മത്സ്യത്തെ പിടിച്ചു. പക്ഷേ പെട്ടെന്ന് ആ മത്സ്യം അവനോട് സംസാരിക്കാൻ തുടങ്ങി. ആ ചെറിയ മത്സ്യം മത്സ്യത്തൊഴിലാളിയോട് പറഞ്ഞു, മത്സ്യത്തൊഴിലാളി, ദയവായി എന്നെ വിട്ടു. ദയവായി എന്നെ തിരികെ പോകാൻ അനുവദിക്കൂ. വെള്ളത്തിനു പുറത്ത് വന്നാൽ ഞാൻ മരിച്ചു പോകും. എന്നാൽ മത്സ്യത്തൊഴിലാളി മത്സ്യത്തിന്റെ അപേക്ഷ കാര്യമാക്കിയില്ല. എന്നാൽ വീണ്ടും ചെറിയ മത്സ്യം മത്സ്യത്തൊഴിലാളിയോട് പറഞ്ഞു, മത്സ്യത്തൊഴിലാളി, നിങ്ങൾക്ക് ഉപകാരമായ ഒരു കാര്യം ഞാൻ പറയാം. നീ എന്നെ വീണ്ടും വെള്ളത്തിൽ വിട്ടാൽ ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളോടും നിന്നെക്കുറിച്ച് പറയും. ഞാൻ അവരെ നദിയുടെ തീരത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മത്സ്യം ലഭിക്കും. ഇത് കേട്ടതിനു ശേഷം മത്സ്യത്തൊഴിലാളി സ്വയം ചിന്തിച്ചു, അത് കൊള്ളാമല്ലോ, അത് നല്ലൊരു ഉപായമാണ്. ഞാൻ ഇന്ന് അവനെ വിട്ടാൽ എനിക്ക് ഒരു ചെറിയ മത്സ്യമല്ലേ നഷ്ടമാകൂ, എന്നാൽ നാളെ എനിക്ക് ധാരാളം മത്സ്യം കിട്ടുമല്ലോ. കാരണം ഈ ചെറിയ മത്സ്യം അവന്റെ എല്ലാ സുഹൃത്തുക്കളെയും എന്റെ അടുക്കൽ കൊണ്ടുവരും. ആ ചെറിയ മീനിന്റെ വാക്ക് വിശ്വസിച്ച് മത്സ്യത്തൊഴിലാളി അതിനെ ഉപേക്ഷിച്ചു. അങ്ങനെ മത്സ്യത്തൊഴിലാളിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട ആ ചെറിയ മത്സ്യം നദിയിലേക്ക് നീന്തിപ്പോയി. ഈ സംഭവത്തിന് ശേഷം ആ ചെറിയ മത്സ്യം ശരിക്കും സന്തോഷവതിയായിരുന്നു. അത് ഒരിക്കലും തിരികെ വരാതെ സന്തോഷത്തോടെ നദിയിൽ ജീവിച്ചു. കൂട്ടുകാരെ, കഥ ഇഷ്ടപ്പെട്ടോ? എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്: മത്സ്യത്തൊഴിലാളിക്ക് വലയിൽ നിന്നും എത്ര മീൻ ആണ് ലഭിച്ചത്? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 1, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 2. ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. എന്നാൽ അടുത്ത കഥയുമായി ഞാൻ വരാം. എല്ലാവരും കാത്തിരിക്കണേ. കൂടുതൽ മനോഹരമായ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ.